ത്രിയേക ദൈവത്തിന് സ്തുതി. 9ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. എല്ലാവരും കണ്ണുകളും നടച്ച്, ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും ഞങ്ങളുടെ ആത്മീയ നയനങ്ങൾക്ക് ശക്തി പകർന്നു നൽകണമേ. ആമീൻ. ഹായ് കുട്ടികളെ, സ്തോത്രം. സന്തോഷത്തോടെ ഇരിക്കുന്നോ? 9ാം ക്ലാസ്സിലെ 17ാമത്തെ പാഠം സത്യവിശ്വാസം. ഇതിനെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് 2ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്, വിശുദ്ധർ. ഞാൻ ഈ വിശുദ്ധർ എന്ന് പറയുന്ന പദം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ ചില പേരുകള്, ചില പെരുന്നാളുകള്, ചില നോമ്പുകൾ കടന്നു പോകുന്നില്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും ഇതിന്റെയൊക്കെ പിന്നില്, ഈ വിശുദ്ധന്മാരുടെ പേരുകളുടെ, പെരുന്നാളുകളുടെ പിന്നില് ഒരു വലിയ ചരിത്രമുണ്ട്. നമ്മെ വിശുദ്ധരാക്കുന്നതിന് വേണ്ടിയിട്ട് സൃഷ്ടാവായ ദൈവം നമ്മോട് കാണിച്ച വലിയ സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ, ത്യാഗത്തിന്റെ, വേദനയുടെ ചിത്രം ഇതിന്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനത് ഒന്ന് ചുരുക്കി പറയാം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തില്, അവന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും, ഓരോ ശ്വാസത്തിലും അവന്റെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒരു പദമാണ്, പദവിയാണ് വിശുദ്ധി എന്നുള്ളത്. ശ്രദ്ധയോടെ കേൾക്കണേ. നമ്മുടെ ജീവിതത്തില്, ക്രിസ്ത്യാനിയുടെ ജീവിതത്തില്, നമ്മുടെ ഹൃദയത്തോട്, നെഞ്ചിടിപ്പോട്, ഓരോ നോട്ടത്തിലും, കാഴ്ചയിലും, ചിന്തയിലും, പ്രവൃത്തിയിലും എല്ലാം ചേർത്ത് വെക്കേണ്ട ഒരു പദമാണ്, പദവിയാണ് വിശുദ്ധി എന്നുള്ളത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ ആ ചരിത്രത്തിന്റെ, ചിത്രത്തിന്റെ ആഴം തന്നെയാണ്. നമുക്കറിയാം, ദൈവം പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്ന കൽപ്പനയോടുകൂടി എന്ത് ചെയ്തു? മനുഷ്യന് ഒഴികെ ബാക്കിയെല്ലാം സൃഷ്ടിച്ചു. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യന് വേണ്ടിയിട്ട് ഭൂമിയെ ഏറ്റവും മനോഹരമായ യഹോവയായ ദൈവം ചിട്ടപ്പെടുത്തി, തുടർന്ന് മനുഷ്യനെ ഭൂമിയിലെ പൊടിയെടുത്ത് അവന്റെ മാതൃകയിൽ രൂപമുണ്ടാക്കി, അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവനെ സൃഷ്ടിച്ചു. അവനെ വിശുദ്ധിയോടുകൂടി, പരിശുദ്ധനായ ദൈവം ആ വിശുദ്ധിയോടുകൂടി തന്നെ ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഏദനിലാക്കി, സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടും കൂടി പക്ഷിമൃഗാദികളോട് ഒന്നിച്ച്, അല്ലെ, ദൈവത്തോടുകൂടെ സമാധാനപരമായി ജീവിക്കുമ്പോൾ നമുക്കറിയാം, ആ യുഗത്തെ എന്ത് നമുക്ക് പറയാം? ഇതാക്കാൻ അങ്ങനെ പറയുന്നുണ്ട്, നിഷ്പാപയുഗം, പാപമില്ലാതിരുന്നതായ ഒരു കാലഘട്ടം. പക്ഷേ അസൂയക്കാരനായ സാത്താൻ എന്ത് ചെയ്തില്ല? അതിന് അധികം ആയുസ് കൊടുത്തില്ല. അവിടെ നുഴഞ്ഞു കയറി ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കാപട്യത്തിലൂടെ എന്ത് ചെയ്തു? ആ വിശുദ്ധിയിൽ നിന്ന് അവനെ വലിച്ച് താഴെയിട്ടു. അശുദ്ധിയുടെ ആ ആഴത്തിലേക്ക് അവൻ പതിച്ചു. പിന്നീട് നാം കാണുന്നതെല്ലാം അടിമുടി മാറിയ പാപസാമീപ്യം ഉണ്ടായപ്പോൾ, ശ്രദ്ധിക്കുക, പാപസാമീപ്യം ഉണ്ടായപ്പോൾ ആദാമിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം അടിമുടി, നമ്മൾ രാപ്പകൽ എന്നൊക്കെ പറയുന്ന പോലെ അടിമുടി മാറ്റമാണ്. അവൻ അതുവരെയും വിശുദ്ധിയെ കണ്ടുകൊണ്ടിരുന്നു. പാപത്തിന്റെ സാമീപ്യം ഉണ്ടായപ്പോൾ അവൻ അശുദ്ധിയെ കാണുവാൻ തുടങ്ങി, നഗ്നത കണ്ടു. വിശുദ്ധിയെ കേട്ടുകൊണ്ടിരുന്നു. പാപസാമീപ്യത്തിലെ ദൈവത്തിന്റെ കാലൊച്ച കേട്ട് അവൻ ഒളിച്ചിരുന്നു.
പാപത്തിന്റെ സാമീപ്യത്തില് അവൻ അശുദ്ധിയെ ചിന്തിക്കുവാൻ തുടങ്ങി. നീ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. അങ്ങനെ അടിമുടി അവൻ എന്ത് ചെയ്തു? അവന് മാറ്റം സംഭവിച്ചു. പക്ഷേ തന്റെ പൊന്നോമന സൃഷ്ടിയെ ദൈവം അങ്ങനെ കൈവിടുവാൻ ഇഷ്ടപ്പെട്ടില്ല, തയ്യാറായില്ല. ഇവിടെയാണ് ദൈവത്തിന്റെ ആഴമുള്ള സ്നേഹം, കരുണ മനസ്സിലാക്കുന്നത്. മനുഷ്യ സൃഷ്ടിയുടെ ബന്ധത്തില് അവനോടുള്ളതായ ആദ്യ രക്ഷയുടെ വാഗ്ദാനം കൊടുത്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അങ്ങനെ ആദ്യ മാതാപിതാക്കളെ ഏതിൽ നിന്ന് എന്ത് ചെയ്തു? നമുക്കറിയാം, പുറത്താക്കി. പിന്നീട് നമ്മൾ കാണുന്നത് ലോകത്തില് അശുദ്ധതയുടെ കൂമ്പാരമാ. ജ്യേഷ്ഠൻ അനിയനെ കൊല്ലുന്നു. സഹികെട്ട ദൈവം എന്ത് ചെയ്തു? നിർത്താത്ത മഴയില് ഭൂമിയെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഏതിന് വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യൻ അശുദ്ധിയിൽ ആക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദൈവം അവന് രക്ഷയുടെ പദ്ധതി ഒരുക്കി. പ്രപഞ്ചപുസ്തകത്തിൽ നാം കാണുന്നു, കന്നി ഗർഭിണിയായി മകനെ പ്രസവിച്ചു. ഇതിന്റെ നിവൃത്തിയാണ് നമ്മൾ പുതിയ നിയമത്തില് കാണുന്നത്. വിശുദ്ധ മത്തായി 1:21 അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. രക്ഷകൻ ഭൂമിയിലേക്ക് അവതരിച്ചു. സൃഷ്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി സൃഷ്ടാവ് ഭൂമിയിലേക്ക് അവതരിച്ചു. അവൻ രക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നിയമവ്യവസ്ഥകളും പറഞ്ഞും കാണിച്ചുമെല്ലാം പഠിപ്പിച്ചു. എല്ലാം പൂർത്തീകരിച്ച് ഒടുവില് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് കാൽവരിയില് യാഗമായി മാറുമ്പോൾ ആലയമറ രണ്ടായി ചീന്തപ്പെട്ടു. ഇപ്പോ അശുദ്ധനായവൻ ഇപ്പുറത്ത്, മധ്യത്തിലെ രണ്ടായി ചീന്തപ്പെട്ടതായ മറ, അപ്പുറേ പരിശുദ്ധനായ ദൈവം. ഒരുവൻ അശുദ്ധിയിൽ ജീവിക്കുന്നവൻ ഈ ചീന്തപ്പെട്ടതായ ആലയമറ കടന്ന് അപ്പുറം എത്തുമ്പോഴാണ് ആരായി മാറുന്നു? അവൻ വിശുദ്ധനായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ, അശുദ്ധനായ മനുഷ്യന് വേണ്ടി ഈ ഭൂമിയിലേക്ക് യേശുദമ്പുരാൻ കടന്നു വന്ന് കാൽവരിയിൽ യാഗമായി മാറിയപ്പോൾ ആ രക്തത്തിലൂടെ ആരെല്ലാം പ്രവേശിക്കുന്നുവോ അവനൊക്കെ വിശുദ്ധരായി മാറുന്നു. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഓർക്കണേ, ഒന്നാമത്തെ പോയിന്റ്. മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം അശുദ്ധനെ വിശുദ്ധനാക്കുക എന്നുള്ളതാണ്. എന്താണ് മനുഷ്യാവതാരം ചെയ്തായ ആ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അശുദ്ധനെ വിശുദ്ധനാക്കുക എന്നുള്ളത്. പഴയ നിയമവുമായി ബന്ധത്തില് നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്. മോശയോട് പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ഇത് മോശയോട് പറയുന്ന കാര്യമാണ്. തുടർന്ന് ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ എന്റെ ശബ്ദം കേട്ട് അനുസരിച്ചാൽ നിങ്ങൾ എനിക്ക് രാജ്യവും പുരോഹിതരും വിശുദ്ധ ജനവുമായിരിക്കും. എങ്ങനെയാണ്? എന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ എങ്ങനെയാവും? വിശുദ്ധ ജനമാകും. അപ്പോൾ ഈ ചീന്തപ്പെട്ടതായ കാൽവരിയിൽ മുറിയപ്പെട്ടതായ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് എവിടെ എത്തുവാൻ കഴിയുള്ളൂ? അശുദ്ധനായവന് വിശുദ്ധനായി മാറുവാൻ, വിശുദ്ധരായി മാറുവാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. കർത്താവിന്റെ തിരുവത്താഴ സമയം നിങ്ങൾക്കറിയാം. കർത്താവ് എന്ത് ചെയ്തു? പുറംകുപ്പായമൊക്കെ അഴിച്ചു വെച്ചു. ഇതിനു വേണ്ടിയിട്ട് ദാസ്യ രൂപം, അല്ലെ, അടിമയെ പോലെ ദാസ്യരൂപം എടുക്കുന്നതിന് വേണ്ടിയിട്ട് പാത്രത്തില് വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി പത്രോസിന്റെ അടുക്കൽ വരുമ്പോൾ പത്രോസ് എന്ത് പറഞ്ഞു? നീ എന്റെ കാൽ കഴുകരുത്.
കർത്താവ് അതിന് പറഞ്ഞതായ മറുപടി എന്താണ്? ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ, ശ്രദ്ധിക്കണേ മക്കൾ, ശ്രദ്ധയോടെ കേൾക്കണം, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു, അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അപ്പോഴെന്ത് ചെയ്യണം? ക്രിസ്തു യേശുവിനാൽ കഴുകപ്പെടണം. ശ്രദ്ധിക്കണേ, രണ്ടാമത്തെ പോയിന്റ്, ക്രിസ്തു യേശുവിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് വിശുദ്ധർ, അല്ലെങ്കിൽ ക്രിസ്തു യേശുവിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടവർ. ഒന്നാമത്തത് മനുഷ്യാവതാര ലക്ഷ്യം, രണ്ടാമത്തത് ക്രിസ്തു യേശുവിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്ത്? വിശുദ്ധർ. അപ്പോൾ പത്രോസിനോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ കഴുകിയാൽ മാത്രമേ നിനക്ക് എന്നോടുകൂടി പങ്കുള്ളൂ. ക്രിസ്തു യേശുവിനാൽ, ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാതെ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? അവനോടുകൂടി പങ്കുള്ളവനായി മാറുവാൻ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വിശുദ്ധനായി മാറുവാൻ സാധ്യമല്ല. വീണ്ടും അവിടെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ പത്രോസ് എന്നാ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക? എന്നെ പൂർണ്ണമായി കഴുകുക. കർത്താവ് പറഞ്ഞ മറുപടി എന്താണ്? കുളിച്ചിരിക്കുന്നവന് അതിന്റെ ആവശ്യം ഇല്ല. അല്ലെ, നമുക്കറിയാം, കുളിച്ച് വൃത്തിയായ ഒരുവൻ നടന്നു പോകുമ്പോൾ അവന്റെ കാലിലെ അടിയിൽ മാത്രമാണ് എന്ത് പറ്റത്തുള്ളൂ? ചെളിയാവത്തുള്ളൂ. അപ്പോൾ വിശുദ്ധിയോട് കൂടിയിരിക്കുന്ന, ശ്രദ്ധിക്കണമേ, വിശുദ്ധിയോട് കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചെളിയുടെ, പാപത്തിന്റെ എത്ര ചെറിയ അംശമാണെങ്കിലും എന്ത് ചെയ്യണം? അത് കഴുകിക്കളഞ്ഞേ മതിയാവത്തുള്ളൂ. അതിന് സ്ഥാനമാനങ്ങളില്ല. പത്രോസ് ശിഷ്യന്മാരുടെ തലവനായിരുന്നു. ചില പുസ്തകങ്ങളിൽ നടക്കുന്നുണ്ട്, അവൻ ആദ്യത്തെ പാത്രീസായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് സ്ഥാനമാനമുള്ള പദവി ഒന്നുമില്ല. എന്തേ മതിയാവുള്ളൂ? ക്രിസ്തു യേശുവിനാൽ കഴുകപ്പെട്ടേ മതിയാവുള്ളൂ. ഇവിടെ നമ്മൾ 2-3 കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്താണ്? ഒന്ന്, കർത്താവിന്റെ എളിമ. 2, എന്ത് ചെയ്യണം? ക്രിസ്തു യേശുവിനാൽ കഴുകപ്പെട്ടേ മതിയാവൂ. അത് എത്ര ചെറിയ ചെളിയുടെ അംശമാണ് എന്ത് ചെയ്യണം? കഴുകിയാൽ മാത്രമേ വിശുദ്ധി പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശുവിനാൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് വിശുദ്ധർ എന്ന് പറയുന്നത്. ഈ വിശുദ്ധരോട് ജീവിക്കുന്നവര് മരണാനന്തരവും എന്ത് തന്നെയായിരിക്കും? വിശുദ്ധർ തന്നെയായിരിക്കും. നമ്മുടെ വിശ്വാസം അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ല. അതൊരു അവസ്ഥയിൽ നിന്നും എന്താണ്? ആത്മാവും ജഡവും ഒന്നായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം മാത്രമാണ്. എന്തുണ്ട്? മരണാനന്തരവും ജീവിതം ഉണ്ട്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചെന്നുണ്ട്, മരണാനന്തരവും ജീവിതം ഉണ്ട്. എന്താണ് തെളിവ്? നമ്മള് പഴയ നിയമത്തിൽ നോക്കുമ്പോഴും പുറപ്പാട് 3:6 നമ്മൾ ഇപ്രകാരം കാണുകയാണ്. മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. നമുക്കറിയാമല്ലോ, മോശയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്നവരാണ് ആര്? അബ്രഹാമും ഇസഹാക്കും യാക്കോബും. ദൈവം എന്താ പറയുന്നേ? ഞാൻ അവരുടെ, ഈ പിതാക്കന്മാരുടെ ദൈവം ഞാൻ ആയിരുന്നു. അവർ അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആയിരുന്നെന്ന് അല്ല മക്കളെ, ഇപ്പോൾ പ്രസന്റ് സ്റ്റേജിൽ ഞാൻ അവരുടെ ദൈവമാകുന്നു. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ലോകത്തില് സജീവരായിരുന്നവര് മരണത്തിലൂടെ മാറ്റപ്പെട്ട് ഇപ്പോഴും എന്താണ്? അവർ മരണാനന്തര ജീവിതം നയിക്കുന്നത് കൊണ്ട് എന്താണ്? ഞാൻ ഇപ്പോഴെന്താണ്? അവരുടെ ദൈവം ആകുന്നു. ഇപ്പോഴും മരണാനന്തരം ജീവിതം ഉണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ യോഹന്നാൻ 8:56 നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അത് കണ്ട് സന്തോഷിച്ചു നിൽക്കുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? അവൻ ഉല്ലസിച്ചു, അവനത് കണ്ട് സന്തോഷിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് എന്താണ്? വളരെ ഉറപ്പായിരുന്നു അത്, ലോകത്തിന്റെ രക്ഷകൻ ഭൂമിയിലേക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരും. അവന്റെ ആ യാഗത്തിലൂടെ എന്ത് ചെയ്യും?
ലോകത്തെ സ്ഥിരമായി ആദ്യം മുതൽ അവസാനം വരെയുള്ളതായ ലോകത്തെ എന്ത് ചെയ്യും? എന്നേക്കുമായിട്ട് വീണ്ടെടുക്കും. അപ്പോൾ എന്റെ കാൽവരിയിൽ യാഗത്തെ, ക്രിസ്തുവിന്റെ കാൽവരിയിൽ യാഗത്തെ അബ്രാഹാം എന്ത് ചെയ്തു? മുൻകൂട്ടി മനസ്സിൽ കണ്ടു. അടുത്ത മാസം ടൂർ പോവുകയാണ് സ്കൂളിൽ നിന്ന്. അപ്പോഴ് ഇപ്പോൾ എന്ത് ചെയ്തു? അതിനുള്ളതായ അനുമതി തന്നു. അപ്പോൾ ഇപ്പോഴും നമുക്ക് എന്താ ഉറപ്പാ? ടൂർ പോകുന്നത് എന്താണ്? അടുത്ത മാസമാണ്. പക്ഷേ വീട്ടിൽ നിന്ന് അനുമതി കിട്ടിയപ്പോഴെന്തായി? നമുക്ക് ഉറപ്പായി. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് അവൻ ഉറപ്പാണ്. അവൻ വിശ്വാസികളുടെ പിതാവാണ്. ആര് വരും? പുത്രൻ തമ്പുരാൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ഭൂമിയിലേക്ക് കടന്നു വരും. ഭൂമിയില് ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ലോകത്തിന്റെയും മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാൽവരിയിൽ തമ്പുരാൻ നടത്താൻ പോകുന്ന, പുത്രൻ തമ്പുരാൻ നടത്താൻ പോകുന്ന യാഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് യാഗം നടത്തിയവരാണ് ആര്? പഴയ നിയമ വിശുദ്ധര്. നമ്മള് സങ്കീർത്തനം 50:5 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തതായ വിശുദ്ധന്മാരെ. അപ്പോൾ അവർക്ക്, പഴയ വിശുദ്ധന്മാർക്ക് യാഗം നടത്തുമ്പോൾ അവരുടെ മനസ്സിൽ കർത്താവിന്റെ കാൽവരിയിലെ ബലി ഉണ്ട്, ഒരു ചിത്രമുണ്ട്. അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് മോറിയാമലയിലേക്ക് പോയി. നിങ്ങൾക്കറിയാൻ കാര്യങ്ങൾ. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് പകരം ആട്ടുകൊറ്റന്റെ ബലിയർപ്പിക്കുമ്പോഴും, ദൈവകൽപ്പന അനുസരിച്ച് ആട്ടുകൊറ്റന്റെ ബലിയർപ്പിക്കുമ്പോഴും അബ്രഹാമിന്റെ ഉള്ളിൽ ആ ഒരു ചിത്രമുണ്ട്. എന്നേക്കുമായി ലോകത്തെ വീണ്ടെടുക്കുന്ന എല്ലാ യാഗങ്ങളുടെയും പൂർത്തിയായ കാൽവരിയിലെ കർത്താവിന്റെ യാഗം. ആ യാഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ബലി അർപ്പിച്ചവരാണ് പഴയ നിയമ വിശുദ്ധർ. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. മറുരൂപ മലയിലേക്ക്. അവിടെ നമ്മൾ കണ്ടു, കർത്താവും ശിഷ്യന്മാരും മറുരൂപ മലയിൽ എത്തിയപ്പോൾ അവിടെ മോശയും ഏലിയാവും പ്രത്യക്ഷരായി. കർത്താവിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ജീവിച്ചിരുന്ന് മാറ്റപ്പെട്ടവരായ മോശയും ഏലിയാവും അവരെന്ത് ചെയ്യുന്നു? ശിഷ്യന്മാർ കാണുകെ അവർക്ക് കർത്താവിനോട് പ്രത്യക്ഷരായി. എന്നിട്ട് കർത്താവ് യെരുശലേമിൽ അനുഭവിക്കാൻ പോകുന്ന പീഡകളെ കുറിച്ച്, കഷ്ടാനുഭവത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി കടന്നുപോയി. അതായത് വിശുദ്ധന്മാരല്ലെങ്കിൽ മരണാനന്തരവും ജീവിതമുണ്ട്. അതോടൊപ്പം എന്ത് ചെയ്യാൻ കഴിയും? മുൻകൂട്ടി കാര്യങ്ങൾ കാണുവാനുള്ള കഴിവും അവർക്കുണ്ട്. ഓർമ്മയിലേക്കണം, മരണാനന്തരവും എന്തുണ്ട്? ജീവിതം ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയുവാനുള്ളതായ കഴിവ് ഉണ്ട്. വിശുദ്ധ വചനം എന്താ പറയുന്നത്? വിശുദ്ധ യോഹന്നാൻ 11:25-26 കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ ആര് എന്നിൽ വിശ്വസിക്കുന്നുവോ അവൻ എന്ത് ചെയ്യത്തില്ല? അവൻ മരിച്ചാലും, അവൻ ചെറിയൊരു പാവം ഉണ്ടായാലും അവൻ എന്ത് ചെയ്യും? അത് കഴുകിക്കളഞ്ഞ് ക്രിസ്തുവിൽ എന്ത് ചെയ്യും? അവൻ ജീവിക്കും. ഇനി എന്നിലൂടെ ജീവിക്കുന്നവനാണ് എങ്കിൽ ഈ ലോകത്തിലെ മരണമൊന്നും എന്തല്ല, അവന് അവസാനമായി മാറുന്നില്ല. അവൻ എന്ത് ചെയ്യും? അവൻ എന്നേക്കും ജീവിക്കും. ഓർമ്മയിൽ വയ്ക്കുക, വിശുദ്ധ വചനമനുസരിച്ച്, സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് എന്തുണ്ട്? മരണാനന്തര ജീവിതമുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാനും കഴിയും. ഇനി ഈ വിശുദ്ധർക്കുള്ളതായ ചില പ്രത്യേകതകൾ. ഇവര് ശ്രേഷ്ഠന്മാരാണ്, കർത്താവിൽ വസിക്കുന്നു, ഇവർ ലോകത്തിന്റെ വെളിച്ചമാണ്, നിത്യ ജീവൻ പ്രാപിച്ചവരാണ്. നമ്മുടെ പാഠഭാഗത്തിന്റെ ഏകദേശ വിവരങ്ങൾ ഇവിടെ അവസാനിച്ചു. ഇതിന്റെ ചുരുക്കരൂപം ഞാനൊന്ന് പെട്ടെന്ന് പറയാം. നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്
അശുദ്ധനായവനെ എന്ത് ചെയ്യുക? വിശുദ്ധനാക്കുക. 2, ക്രിസ്തുയേശുവിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് ആരാണ്? വിശുദ്ധർ. 3, മരണാനന്തരവും എന്തുണ്ട്? ജീവിതം ഉണ്ട്. 4, മരണാനന്തര ജീവിതം നയിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും അറിയുവാനുള്ളതായ കഴിവ്. മോശയും ഏലിയാവും അതിന്റെ തെളിവ്. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം? അല്പം കൂടി മുന്നോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ട്. നമ്മള് വിശുദ്ധന്മാരുടെ പട്ടിക പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറെ പേരുകളും ചിത്രങ്ങളും വരും. വിശുദ്ധ കന്യകമറിയാം, വിശുദ്ധ സ്തെഫാനോസ് സഹത, പത്രോസ് പൗലോസ് ലേഖന്മാര്, വിശുദ്ധ ഇഗ്നാത്യോസ് നൂറോനോ, എൽദോമാർ ബെസോലിയോസ് ബാവ, ഏലിയാസ് ബാത്തുറക്കീസ് ബാവ, ഇങ്ങനെ കുറെ പേരുകൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇവരൊക്കെ എന്താണ്? വിശുദ്ധ ജീവിതം നയിച്ചവരാണ്. ലോകത്ത് ജീവിച്ച് കാൽവരിയിൽ യാഗമാക്കപ്പെട്ടതായ ക്രിസ്തുയേശുവിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് മാറ്റപ്പെട്ടവരാണ്. ഈ വിശുദ്ധന്മാരെ കുറിച്ച് വചനം എന്താണ് പറയുന്നത്? നിങ്ങളെ വഴി നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവിതാവസാനം അനുകരിപ്പിൻ. ഇവരുടെ ജീവിതാവസാനം അനുകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വചനം പറയുന്ന കാര്യം. എന്തായിരുന്നു ഇവരുടെ ജീവിതാവസാനം എന്ന് പറയുന്നത്? ഈ ജഡികമായ ലോകത്തില് ഇവർക്ക് എന്തെല്ലാം ജഡികമായ പ്രശ്നങ്ങൾ തന്നെ നേരിടേണ്ടി വന്നാലും, അത് രോഗാവസ്ഥയായിക്കോട്ടെ, ആരോഗ്യപരമായ അവസ്ഥയായിക്കോട്ടെ, എന്തെല്ലാം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നാലും, ക്രിസ്തുവിനെ പ്രതി തന്നെയാണെങ്കിലും എന്തെല്ലാം ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടി വന്നാലും, അഭിമുഖീകരിക്കേണ്ടി വന്നാലും, ലഭിക്കുവാൻ പോകുന്ന ജീവകിരീടത്തെ പ്രതി അവർക്ക് ആ പ്രശ്നങ്ങളെല്ലാം എന്തായിരുന്നു? അവർ ലഘുവായി കണ്ടു. ഈ ജഡികമായ ജീവിതം ഇത് വെറും തൃണം മാത്രമാണ്. ഇതിനൊക്കെ എത്രയോ മഹത്തരമാണ് ലഭിക്കുവാൻ പോകുന്നതായ ജീവകിരീടം. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാ. നമ്മുടെ ദൈനംദിന ജീവിതത്തില് രോഗങ്ങളുടെ മുൻപില്, സാമ്പത്തിക പ്രശ്നങ്ങളുടെ മുമ്പില്, സാമുദായിക പ്രശ്നങ്ങളുടെ മുമ്പിലൊക്കെ ഓരോ ധരണം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ പ്രതി, രക്ഷകനെ പ്രതി, രക്ഷയെ പ്രതി അതിന്റെ ഒന്നും മുമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തകർന്നു പോകാതെ ജീവകിരീടത്തെ ലാക്കാക്കി നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഏതെല്ലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ 5 ദിവസം യഹോവയായ ദൈവം സൃഷ്ടി നടത്തി. ആ 5 ദിവസവും ദൈവം എന്ത് ചെയ്തു? നല്ലത് എന്ന് കണ്ടു. അല്ലെ? നമുക്കറിയാം ദൈവം എന്ത് ചെയ്തു? എല്ലാം നല്ലത് എന്ന് കണ്ടു. പക്ഷേ 6-ാം ദിവസം ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ച, ദൈവത്തിന്റെ കൈകൊണ്ട് മെനഞ്ഞ, ദൈവം ജീവശ്വാസം പകർന്നു കൊടുത്തതായ മനുഷ്യനെ കുറിച്ച്, നമ്മെ കുറിച്ച് ദൈവം എന്ത് ചെയ്തില്ല? നല്ലതെന്ന് കണ്ടില്ല. ദൈവത്തിന്റെ ആ ഒരു ദീർഘമായ വീക്ഷണം ദൈവത്തിന് അറിയാം. നാളെ അശുദ്ധിയിലകപ്പെടും. അശുദ്ധിയിലകപ്പെടാൻ പോകുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? നല്ലതെന്ന് പറയുവാൻ പാടില്ല. മറ്റതൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും എപ്രകാരം സൃഷ്ടിക്കപ്പെട്ടുവോ അത് ഇന്നും എന്ത് ചെയ്യുക? അങ്ങനെ തന്നെ തുടർന്നു പോവുകയാണ്. പക്ഷേ മനുഷ്യന്റെ ജീവിത പാതയിൽ മാത്രം എന്ത് ചെയ്തു? വിശുദ്ധിയിൽ നിന്ന് ഒരു വീഴ്ചയുണ്ടായി അശുദ്ധിയിലേക്ക്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതാവസാനം കൊണ്ട് ആ ദൈവത്തിന് നമ്മൾ തെളിയിക്കണം. ഇവൻ അബ്രാഹാമിന്റെ മകനാകിയാൽ രക്ഷയുണ്ടായി എന്ന് നമ്മുടെ ജീവിതത്തെ പ്രതി, നമ്മുടെ ജീവിതം വിശുദ്ധിയിലൂടെ നയിച്ച് നമ്മുടെ ജീവിത അന്ത്യത്തില് ആ വിശുദ്ധിയോടുകൂടി തന്നെ എന്ത് ചെയ്യുക? ക്രിസ്തുവിനെ പുണരുമ്പോൾ വലതുഭാഗത്തെ കള്ളൻ പറഞ്ഞതുപോലെ എന്നെയും ഓർക്കണമേ എന്നുള്ളതായ ആ ഒരു വിശ്വാസത്തിലൂടെ തന്നെ കർത്താവിനെ മനസ്സ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഏത് ഗണത്തിൽപ്പെടും? പഠിപ്പിക്കുന്ന ഞാനും
പഠിക്കുന്ന നിങ്ങളുമായ മക്കളെ നമ്മളെല്ലാവരും ഇടപെടും വിശുദ്ധന്മാരുടെ ഗണത്തിൽ പെടണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഗണത്തിൽ പെടണം. അതായത് ആദ്യ ഭാഗത്ത് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാ, നിങ്ങൾ ഓർക്കുന്നില്ലേ? വിശുദ്ധി എന്ന് പറയുന്ന ആ പദം, ആ പദവി, അത് നമ്മുടെ ഓരോ നിമിഷവും ദൈനംദിന ജീവിതത്തിന്റെ ഓരോ ശ്വാസത്തിലും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒന്നാണ്. പൈശാചികമായ പ്രലോഭനത്തിൽ പെടാതെ, പൈശാചികമായ ആ വഞ്ചനയിൽ പെടാതെ, ലോകപ്രകാരം നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയാതെ ലഭിക്കുവാൻ പോകുന്ന ജീവകിരീടത്തിന്റെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട്, നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗപ്പെട്ടതായ ദൈവത്തിന്റെ രക്തത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ ചിട്ടപ്പെടുത്തുക. അങ്ങനെ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കില് അവനോട് കൂടി ചേർന്ന് വിശുദ്ധന്മാരുടെ പട്ടികയിൽ കർത്താവിനെ ഹല്ലേലൂയ പാടുന്നവരുടെ ഗണത്തില്, കർത്താവിനെ വാഴ്ത്തുന്നവരുടെ വിശുദ്ധന്മാരുടെ ഗണത്തില് ഞാനും നിങ്ങളും ഉണ്ടാകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ പാഠം അവസാനിപ്പിക്കാം. ദൈവമേ, നിന്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നതായ കാര്യങ്ങളെ പ്രതി ഞങ്ങളുടെ ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മീയമായ നയനങ്ങൾക്ക് എപ്പോഴും വെളിച്ചം പകർന്നു തരുവാൻ ഞങ്ങൾ അവിടെ നിന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദൈവനാം മാത്രം മഹത്വം എടുക്കുമാറാകട്ടെ.